കഴിഞ്ഞതിലെ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നീങ്ങുന്നവർക്കുള്ള കാര്യമാണ് പൂന്താനം പറഞ്ഞുകൊണ്ടുവരുന്നത്. അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ സന്യാസത്തിലേക്ക് തിരിയുന്നവർ, അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് തിരിയുന്നവർ, ആത്മീയതയുടെ പരമമായ ലക്ഷ്യമാണല്ലോ ബ്രഹ്മസാക്ഷാത്കാരം. അവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കഴിഞ്ഞതിൽ പറഞ്ഞു കഴിഞ്ഞു. മക്കളൊന്നും വേണ്ട, ഫ്രണ്ട്സും വേണ്ട, ഭാര്യയും വേണ്ട, അവരെയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒറ്റക്കങ്ങ്, അല്ലെങ്കിൽ അതേപോലെ വിരക്തി വന്ന വല്ലവരുണ്ടെങ്കിൽ അവരെ കൂടി അങ്ങ് ഇറങ്ങിത്തിരിക്കണം. പിന്നെ എങ്ങനെ പോകണമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അത് നോക്കാം. ഭുവനത്തിലെ ഭ്രൂതികളൊക്കെയും ഭവനം നമുക്കായതിതു തന്നെ. വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം വിശ്വദാത്രി ചരാചരമാതാവും അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ. രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും ഭിക്ഷാനം നല്ലൊരന്നവുമുണ്ടല്ലോ. ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധികാലം കഴിവോളമിവണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും. കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. ഹരിശാസ്ത്രു പരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങള ശേഷമൊഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കൊതിച്ചിടുന്നു ജീവനും അപ്പോഴേ. ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതു കൊണ്ടിതും പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട. തിരുനാമത്തിൻ മഹാത്മ്യം കേട്ടാലും ജാതി പാർക്കില്ലൂരന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും നാവുകൂടാതെ ജാതന്മാരാകിയ മൂകരെ അങ്ങൊഴിച്ചുള്ള മനുഷ്യർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും എത്ര ദിക്കിലിരിക്കലും തന്നുടെ നാവു കൊണ്ടിതു ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞിതു. ഖാദരായണൻ താനും അരുൾ ചെയ്തു. ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. മതിയുണ്ടെങ്കിലൊക്കെ മതിയിതു തിരുനാമത്തിൻ മഹാത്മ്യമാവിതു. പിഴയാകിലും പിഴകേട
തിരുവുള്ളമരുൾക ഭഗവാനേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അതായത് ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭുവനം നമുക്കായത്. ഭൂമിയിൽ എന്തെല്ലാം, ഈ ഭുവനത്തിൽ, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റെ വീട് തന്നെയാണെന്ന് കണക്കാക്കണം. എൻ്റെ വീട്, പിന്നെ അതിന് പ്രത്യേകിച്ച് വീടൊന്നുമില്ല, വീടെല്ലാം വിട്ട് ഈ ലോകം തന്നെയാണ് എൻ്റെ. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റെ വീട് തന്നെ. ഇപ്പം വീടിൻ്റെ പ്രശ്നം തീർന്നു. പിന്നെയോ വിശ്വനാഥൻ നമുക്ക് പിതാവ്. പിന്നെ അച്ഛൻ, വേറെ അച്ഛനൊന്നുമില്ല. പിതാവ് എന്ന് പറയുന്ന വിശ്വത്തിൻ്റെ നാഥനായ ആ ബ്രഹ്മം തന്നെയാണ് അച്ഛൻ. അതാണ് വേദവ്യാസന്റെ മകൻ ശിവ ബ്രഹ്മതത്വം ഉപദേശിച്ചപ്പോൾ ആ തത്വം കിട്ടിയപ്പാട് പിന്നെ അച്ഛനെ പോലും വണങ്ങാതെ പോയി കളഞ്ഞു. പിന്നെ അച്ഛനൊന്നുമില്ല. പിന്നെ ആ വിശ്വനാഥനാണ് പിതാവ്. വീടെന്ന് പറയുന്നത് ആ ലോകം. പിന്നെ ഭൂമിയാണ് മാതാവ്. അപ്പം അമ്മയുമായി ഈ ഭൂമി തന്നെയാണ് മാതാവ്. പിന്നെയോ നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് വേണ്ടിക്കല്ല ഭിക്ഷയുണ്ട്. വിശക്കുന്നുണ്ടെങ്കിൽ ഭിക്ഷ കിട്ടും, എവിടെയെങ്കിലും കൈ നീട്ടിക്കഴിഞ്ഞാൽ കിട്ടും. ഇതെല്ലാം ഉപനിഷത്ത് പറയുന്നതാണ്. വീട് വിട്ട് ഇറങ്ങണം, പിന്നെ വീട് ഈ ലോകമായിട്ട് ഒരു ബന്ധുവില്ല, അങ്ങ് പോയി കളയണം. എന്തെങ്കിലും വിശക്കുമ്പോൾ പലയിടത്തുനിന്നും കൈ നീട്ടിയാൽ കിട്ടും. അത് ഇഷ്ടംമാതിരി കിട്ടും. അത് തിന്നിയേ വേണ്ടൂ, പാചകമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വാങ്ങിയിട്ട് കഴിച്ചേക്കുക. പാചകം ചെയ്യല് ആ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അച്ഛനും അമ്മയെല്ലാം ഉണ്ട്. ഏത് വിശ്വനാഥനാണ് അച്ഛൻ, ഭൂമിയാണ് അമ്മ, ഭക്ഷണമായിട്ട് ഭിക്ഷയുണ്ട്, അത് തിന്നിയേ വേണ്ടു. പിന്നെ രക്ഷിച്ചിടുവാനുള്ള കാലത്തോളം ഇവരെല്ലാം ഉണ്ട്. നമുക്ക് എത്ര വരെ ആയുസ്സുണ്ടോ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവരെ നമുക്കെന്തുണ്ട്, അവരുണ്ട്. അവർ രക്ഷിച്ചോളും. ഭൂമിയിൽ എവിടെയും പോയി കിടക്കാം. ഉപനിഷത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ തുണിയൊന്നും വേണ്ട ആവശ്യമില്ല. ഇനി തുണി വേണമെങ്കിൽ തന്നെ പടം തുണി റോട്ടുമെന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല എന്നും പറയുന്നുണ്ട്. അതെല്ലാം ഉപനിഷത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം തന്നെയാണ് പൂന്താൻ വീഡിയോ എടുത്തിട്ട് ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ നമ്മളെപ്പോഴും നാമം ജപിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെ അങ്ങ് നടന്നേക്കുക. എങ്ങനെ നാമം ജപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് തരണം എന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നാമവും ജയിച്ചേക്കണം. എന്തെങ്കിലും നേടണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നാമം ജപം പാടില്ല. ഭക്തിയോടുകൂടി ഞാൻ ബ്രഹ്മമായി കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഇതിലാണ് നാമം ജപിക്കാവുന്നത്. ഞാൻ ബ്രഹ്മം തന്നെ, വേണമെങ്കിൽ ഞാൻ ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം. അല്ലാതെ എന്തെങ്കിലും നേടണമെന്നുള്ള അർത്ഥത്തിൽ ആയിപ്പോയത്. എന്നിട്ട് ബാക്കിയുള്ള കാലം, ഇനിയുള്ള കാലമെല്ലാം ഇങ്ങനെ കഴിഞ്ഞുകൂടണം. ശ്രദ്ധയോടെ കഴിയണം. ഇതിൽ നിന്ന് വഴിമാറിപ്പോകരുത്. ഇടക്ക് കയറിയിട്ട് എന്നാൽ പിന്നെ പോയി ചെന്ന് വീട്ടുകാരെല്ലാം കണ്ടുവരാം, അങ്ങനെയുള്ള ശ്രദ്ധയോടെ കഴിയണം. ഈ ഒരു മനസ്സ് മാറിപ്പോകരുത്. എപ്പോഴും ശ്രദ്ധ ആ ബ്രഹ്മത്തിലേക്ക്. കാണാവുന്ന ചരാചരങ്ങളെയെല്ലാം നാണം കെട്ട് കൈവിട്ട് സ്തുതിക്കണം. കാണുന്നതിനെ എല്ലാം സ്തുതിക്കണം. പട്ടീനെ ആയാലും പൂച്ചയായാലും തെങ്ങിനെ മരത്തിനെ എല്ലാം കണ്ടു കഴിയാലും, ഇപ്പം അന്യമതസ്ഥരായാലും ജാതി വേറെ ജാതിയായാലും എന്തായാലും കാണുന്നതിനെ എല്ലാം സ്തുതിക്കണം. കാരണം ഇതെല്ലാം ബ്രഹ്മമാണ്.
ബ്രഹ്മമാണ് ഇതത്രയായിട്ട് മാറിയിരിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവനായിട്ടും. അപ്പം കാണുന്നത് മുഴുവൻ ബ്രഹ്മമായിട്ടേ കാണാൻ പാടുള്ളൂ. അപ്പം അതിനെല്ലാം സ്തുതിക്കുക, അതെല്ലാം ബ്രഹ്മമാണ്. പിന്നെയോ പരുഷാദികളൊക്കെ സഹിച്ചുടൻ. പരുഷ സ്വഭാവങ്ങൾ ചിലവരെല്ലാം പരിഹസിച്ചെല്ലാം പറയും, ഇവരെന്തെന്നായി ഉള്ള ജീവിതമെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതെന്നെല്ലാം ചിലപ്പോൾ പരിഹസിച്ചൊക്കെ വരും. ഒരു വല്ലാതെ നടത്തായിരിക്കുമല്ലോ, എല്ലാം ഉപേക്ഷിച്ച് താടി മുടിയൊന്നും പിന്നെ വടിക്കൂല, വസ്ത്രത്തിലൊന്നും താല്പര്യമില്ല, അങ്ങനെ അങ്ങ് പോകുമ്പോൾ ചിലവർ പരിഹസിക്കും. അതൊന്നും കേട്ട ഭാവം നടിക്കരുത്. പിന്നെയോ സജ്ജനങ്ങളെയെല്ലാം കാണുന്ന നേരത്തെ പറഞ്ഞ് കാണുന്നവരെയെല്ലാം നമിക്കണം. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് പ്രജ്ഞ കൂടാതെ വീണ് നമിക്കണം എന്ന് പറയാണ്. ഒരു സങ്കോചവും ഇല്ലാതെ പോയിട്ട് വീണ് നമിക്കണം. കാരണം എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാനുള്ള ഒരു മനസ്ഥിതി. അപ്പൊ ആത്മീയതയിലേക്ക് തിരിക്കുമ്പോൾ പിന്നെ എന്തില്ല, എല്ലാം കാണുന്ന എല്ലാം ബ്രഹ്മമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് പിന്നെ ശത്രുവില്ല, മിത്രവുമില്ല, ഒരു ചുക്കുമില്ല, എല്ലാം ബ്രഹ്മം. പിന്നെ ജാതിയും മതവും ഒരു ചിന്തയും പാടില്ല. ഇതാണ് ആത്മീയതയുടെ അടിസ്ഥാന തത്വം. ഭക്തി തന്നിൽ മുഴകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. ഇതും ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ നടക്കുമ്പോൾ അവൻ ആ ഏതോ ലോകത്തെ ബ്രഹ്മത്തെ മാത്രം ചിന്തിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. ഈ ലോകത്തിലൊന്നും അല്ല അവൻ്റെ മനസ്സ്. അപ്പൊ കാണുന്നവർക്ക് ഇവനെന്താണ് ഒരു വല്ലാത്ത അവസ്ഥ തോന്നും. മത്തനെ പോലെയാണ് നടക്കുക. ഉപനിഷത്ത് പറയുന്ന അവനെ കണ്ടു കഴിഞ്ഞാൽ ദൂരെയുള്ളവർക്ക് പിശാചാണെന്ന് തോന്നും. കാരണം എന്തെല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ടാവും. ഒരുമാതിരി എന്തെല്ലോ നൃത്തം ചവിട്ടുന്ന മാതിരി അങ്ങനെ ആയിക്കൊണ്ട് പോകും. മനസ്സിലിപ്പോൾ എനിക്ക് അറിയാം, മനസ്സിൽ ഇങ്ങനെ ചിലവരുടെ രൂപങ്ങളെല്ലാം നമ്മളെ മനസ്സിൽ തെളിഞ്ഞു വരും. നമ്മൾ അനുഭവത്തിൽ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ടാവും. അതാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പോകുന്നവന്റെ ലക്ഷണം. ഇത് ഉപനിഷത്ത്, എല്ലാ ഉപനിഷത്തിലും ഇതല്ലാതെ വേറൊരു വഴിയില്ല. ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതാണ് അതിലേക്കുള്ള വഴി. എല്ലാം കളഞ്ഞു കിട്ടി പോവുക, ബ്രഹ്മത്തെ മാറി കാണുന്നതിലെല്ലാം ബ്രഹ്മത്തെ ദർശിക്കുക. എന്നിട്ട് ഒരു ഉന്മത്തനെ പോലെയോ പിശാചിനെ പോലെയോ എന്നെല്ലാം ഉപനിഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പലതിലും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ 10-45 ഉപനിഷത്ത് കണ്ടു കഴിഞ്ഞു. അതിലെല്ലാം പറയും ഇതെല്ലാം മാതിരി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് പൂന്താനും എടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉന്മത്തനെ പോലെ നൃത്തം കുതിക്കണം. ഇങ്ങനെ അങ്ങനെ പാലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ഒരുത്തിയിലും താമസിക്കരുത്, അധികം താമസിക്കരുത്. മഴക്കാലത്ത് മാത്രം ഇവിടെ തങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീടും കുടിയൊന്നുമില്ല. അങ്ങനെ നടന്നോളണം. കാറ്റും പറത്ത് പോകുന്ന വഴിയാണ് പോവുക. അങ്ങനെ ലക്ഷ്യമൊന്നുമില്ല, ഇന്ന സ്ഥലത്ത് നിന്നുള്ള ലക്ഷ്യം വെച്ചിട്ടൊന്നും പോകില്ല. അങ്ങനെ അങ്ങ് പോവുക. പോകുന്ന വഴിയാ, എവിടെ എല്ലാം വഴിയുള്ള അതിലെ അങ്ങ് പോവുക. അങ്ങനെ നടക്കുമ്പോൾ പ്രാരബ്ധങ്ങളൊക്കെ ഒഴിഞ്ഞിടും. ആ പ്രാരബ്ധം ഒഴിഞ്ഞവന് മാത്രമേ ഈ അവസ്ഥയിലേക്ക് പോകാൻ പറ്റൂ. നമ്മളെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ആഗ്രഹങ്ങൾ ഇട്ടുകൊണ്ടാണ് ആ ശക്തി കർമ്മം ചെയ്യിപ്പിക്കുന്നത്, മോഹങ്ങൾ ഇട്ടിട്ട്. ഇനി നമുക്ക് ജീവിതത്തിൽ ഒരു കർമ്മവും എല്ലാം ചെയ്ത് തീർത്ത് അപ്പം പ്രാരബ്ധങ്ങൾ തീരുമ്പോഴാണ് പിന്നെ നമ്മളിൽ ആഗ്രഹങ്ങളില്ല. അങ്ങനെ ആഗ്രഹമിടാത്ത അവസ്ഥയിലാണ് വിരക്തി ഉണ്ടാകുന്നത്. അവർക്കാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള അർഹത. അപ്പൊ അവരങ്ങനെ പോകുമ്പോൾ അവർ പ്രാരബ്ധം ഒടുങ്ങുമ്പോൾ എന്ത് പറ്റും? വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ, അവന്റെ കർമ്മങ്ങൾ തീർന്നാൽ ഇനി അവന്റെ ജീവിതത്തിൽ ഈ ജന്മത്തിലുമില്ല അടുത്ത ജന്മത്തിലുമില്ല ഒന്നിലുമില്ല എന്ന ഒരവസ്ഥ വരുമ്പോൾ മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് പറയാൻ പാടുള്ളൂ. അല്ലാതെ ആരോടും അത് ഉപദേശിക്കരുത് എന്ന് ഉപനിഷത്ത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് മാത്രമേ ആത്മീയത. ബാക്കിയെല്ലാം കർമ്മം ചെയ്യാൻ ഭൗതിക ലോകത്തിൽ ജീവിച്ചവരാണ്.
അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുറുക്കു വഴി ഇല്ല. എന്നിട്ടോ വിധിക്കീടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിക്കീടുന്നു ദേഹം ഒരിടത്ത്. അങ്ങനെ അങ്ങ് നടക്കുമ്പോൾ ശരീരം അങ്ങ് പതിക്കും ഭൂമിയിലേക്ക്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അങ്ങനെ വെക്കുമ്പോൾ ശരീരം അങ്ങ് പോയി, ശരീരത്തെ കളഞ്ഞു. എന്നിട്ട് ആത്മാവ് എവിടെ പോയി ചേരും? ബ്രഹ്മത്തിൽ പോയി ലയിക്കും. കുതിച്ചിടുന്ന ജീവൻ ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവൻ. അപ്പോൾ ശരീരം ആത്മാവങ്ങ് പോയി കഴിഞ്ഞു. ഏതിൽ പോയി? അത് കുതിക്കുകയാണ് ബ്രഹ്മത്തിലേക്ക് പോയി ലയിക്കാൻ വേണ്ടിയിട്ട്. ബ്രഹ്മസാക്ഷാത്കാരം, അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പോഴേക്ക് ശരീരം എന്തായി? പതിച്ചു ഭൂമിയിൽ. ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ സ്റ്റേജ്. പിന്നെ ഈ ഭൂമിയായിട്ട് വരുമ്പോൾ ശരീരമെല്ലാം കളഞ്ഞ അവിടെ പിന്നെ ശരീരം അവിടെ കിടന്നിട്ട് ദ്രവിച്ചു പോകും. ആത്മാവ് ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. ഇനി അവനെ പുനർജന്മമില്ല. ഇനിയോ ശക്തി വേറിട്ട് സഞ്ചരിക്കുമ്പോൾ പാത്രമായില്ല എന്നത് കൊണ്ടേതും പരിതാപം മനസ്സിൽ മുളക്കേണ്ട തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാലും. അതായത് ഇങ്ങനെ പോകുമ്പോഴും എല്ലാവർക്കൊന്നും ഈ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല എന്ന് ഉപനിഷത്ത് പറയുന്നു. അത് തന്നെയാണ് പൂന്താനവും ഇവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വിരക്തി വന്ന് പോയാലും ചിലപ്പോൾ അവിടെ എത്തില്ല. കാരണം എന്തെങ്കിലും കർമ്മം കുറച്ച് മിച്ചം കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി ചേർക്കില്ല. അടുത്ത ജന്മത്തിൽ എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട് എന്ന് വെച്ചോളൂ. ഈ ജന്മത്തിലെല്ലാം തീർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പോയത്. എന്നാൽ അടുത്ത ജന്മത്തിൽ കുറച്ച് മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല? ബ്രഹ്മസാക്ഷാത്കാരം പറ്റില്ല. അങ്ങനെ വരികയാണെങ്കിൽ പരിതാപമൊന്നും വേണ്ട, പിന്നെയും അതേപോലെ നടന്നുകൊള്ളുക. തിരുനാമത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട് അങ്ങനെയങ്ങ് പിന്നെയും കഴിച്ചു കൂട്ടുക. അടുത്ത ജന്മത്തിലും ചിലപ്പോൾ ഇതേമാതിരി പോകേണ്ടി വരും. അത് ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അടുത്ത ജന്മത്തിലോ അതിൻ്റെ അപ്പുറത്തെ ജന്മത്തിലോ എല്ലായിരിക്കും മോക്ഷം കിട്ടുന്നത്. അത് കിട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മോക്ഷം കിട്ടിയാൽ പിന്നെ പുനർജന്മമില്ല, ബ്രഹ്മത്തിൽ ലയിച്ചു വരും. പിന്നെന്ത് പറയുന്നു? ജാതി പാർക്കിൽ ഒരു അന്ത്യജനാകലും. ഏത് ജാതിയിൽ ജനിച്ച ജാതിയിലൊന്നും ജനിക്കുന്നതായിട്ട് ആത്മീയമായിട്ട് ഒരു ബന്ധവും ഇല്ല. ആരും വലിയവരും മറ്റേ ഒന്നുമില്ല. ജാതി എന്ന് പറഞ്ഞാൽ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായതാണ് ഈ പറയുന്ന ജാതി. എന്നിട്ടോ നല്ല വേദപണ്ഡിതനായാലും നാവ് കൂടാതെ ജാതന്മാരാകിയ മൂകരെ ഒഴിച്ചങ്ങുള്ള ഈ വിളിക്കാൻ നാവ് ഉച്ചരിക്കാൻ കഴിവില്ലാത്ത, നാവില്ലാതെ വല്ലവരും ഉണ്ടെങ്കിൽ അവരെ ഒഴിച്ചിട്ട്, എല്ലാവർക്കും നാവുണ്ടല്ലോ, അവരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു ദിവസമെങ്കിലും പല തിരുനാമങ്ങളുള്ളതിൽ എല്ലാ തിരുനാമമൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് മാത്രം ഒരിക്കൽ ഒരു ദിനം ഏതെങ്കിലും ഒരു നാമം ഒരു ദിവസം ഉച്ചരിച്ചാൽ ആരായാലും, അതിന് ജാതിയും മതവും ഒന്നുമില്ല, ഏത് നാമം ഉച്ചരിച്ചാലും മതി. അതിവിടെ പറയുന്ന നാമമൊന്നും വേണ്ട. നമ്മളെ മനസ്സിൽ ആ ബ്രഹ്മത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു നാമവും ഉച്ചരിച്ചാൽ മതി. അത് ഒരിക്കൽ ഉച്ചരിച്ചാൽ മതി, ഒരു ദിവസം ഒരിക്കാം ഏതെങ്കിലും. അത് വേദം തന്നെ പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ദൈവത്തെ പലരും പല തരത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരവരുടെ ഭാഷയിൽ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ നാമങ്ങൾ ഏതെങ്കിലും ഉച്ചരിച്ചാൽ മതി. ഇന്ന നാമം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. എത്രയോ നാമങ്ങളുണ്ട്, ആരല്ലോ എന്തെല്ലോ ഭാഷയിൽ എന്തെല്ലോ വിളിക്കുന്നുണ്ട്. തിരുനാമം ഉള്ളതിൽ ഒന്ന് മാത്രം ഒരിക്കൽ ഒരു ദിവസം ഒരിക്കൽ അതിനൊന്ന് വിളിച്ചാൽ മതി. സ്വസ്ഥനായിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വസ്ഥനായിട്ട് ഇരിക്കുമ്പോഴായാലും വേണ്ടിയില്ല, നടക്കുമ്പോഴായാലും. ഇനി സ്വപ്നത്തിൽ അങ്ങനെ ഒന്ന് വിളിച്ചു പോയാലും മതി. നമ്മൾ മനഃപൂർവ്വം വിളിച്ചാലും മതി, സ്വപ്നത്തിൽ വിളിച്ചാലും മതി. പിന്നെയോ മറ്റൊന്നിനെ പരിഹസിക്കാൻ വിളിച്ചാലും മതി, യുക്തിവാദിയായാലും മതി. ദൈവത്തെ പരിഹസിക്കാൻ, ആ ഈശ്വരനില്ല, ആ ദൈവം ഇല്ലാതെ പരിഹസിക്കാൻ വിളിച്ചാലും മതി. നല്ല നിലയിൽ വിളിക്കണമെന്നില്ല, പരിഹസിക്കാൻ വിളിച്ചാലും മതി.
എന്തുകൊണ്ടാണെന്ന് പറയാം. പിന്നെയോ, ഇനി മറ്റൊരുത്തർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് വിളിച്ചു കൊടുത്താലും മതി. വേറെ ആർക്കും വേണ്ടിയിട്ടൊന്ന് വിളിച്ചു കൊടുക്കുക, അതും മതി. അല്ലെങ്കിലോ ഏത് ദിക്കിലിരുന്നിട്ട് വിളിച്ചാലും മതി. ഇന്ന സ്ഥലത്തു നിന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു നേരം എവിടെന്നെങ്കിലും ചവിട്ടിരുത് കേട്ടാലും മതി ഒരു നാമം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. യുക്തിവാദികൾ ഈശ്വരനില്ല എന്ന് വിളിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവരും ഏതോ ഒരു സംഗതിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അങ്ങനെയൊന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ മതി. അത് എങ്ങനെ ഉണ്ടായാലും മതി. അങ്ങനെയുള്ളൊരു സംഗതിയാണ് ആടിയിരിക്കുന്നത്. പരിഹസിക്കാനായിട്ട് ഈശ്വരൻ അങ്ങനെയൊന്നാണോ, ഈശ്വരനൊന്നും ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലും എവിടത്തേക്കാണ് സംഗതി പോകുന്നത് അവിടത്തേക്കാണ്. ഇല്ലാതെ അവനില്ലാന്ന് പറയുകയാണെങ്കിൽ എന്തോ ഒന്ന് അവിടെ ഉണ്ട് എന്നുണ്ടല്ലോ. ഈ ബ്രഹ്മത്തിന് ഒന്നില്ല, രൂപമില്ല, ഭാവമില്ല, ഒരു ചുക്കുമില്ല. അതിന് നമുക്ക് വിശ്വാസിക്കും ഒരു പ്രത്യേക തരത്തിലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അത് നമ്മൾ ബ്രഹ്മത്തെ അടുത്ത് മനസ്സിലാക്കാൻ പോവുകയാണ്. വിശ്വാസിക്കും അതിനെപ്പറ്റി എന്താ രൂപഭാവമൊന്നുമില്ല, എന്തോന്ന്. അപ്പോൾ ഒരു യുക്തിവാദി അതിനെ നിഷേധിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അവനും നിഷേധിക്കുന്ന ഏത് മനസ്സിൽ ഭാവനയിൽ കണ്ടുകൊണ്ടാണ്? ഏതോ ഒരു സംഗതിനെയാണ് അവൻ നിഷേധിക്കുന്നത്. അത്ര മതി. ആ ഒരു ചിന്താഗതി ഉണ്ടായാൽ തന്നെ എന്തായി? അപ്പോഴേ വന്നുപോയി ബ്രഹ്മസാഹചര്യം കിട്ടുമെന്ന്. അപ്പം തന്നെ അവന് ബ്രഹ്മസാഹചര്യം കിട്ടി. ഇതാര് പറയുന്നത്? ശ്രീധരാചാര്യനും വേദവ്യാസനും ഗീതയും ഭഗവത്ഗീതയും വേദങ്ങളും എല്ലാം പറയുന്ന ഇതാണ്. യഥാർത്ഥത്തിലെ ഈ യുക്തിവാദികൾക്കും വിശ്വാസികൾക്കൊന്നും പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ സംഗതിയെ പറ്റി ഒരു പിടിയുമില്ല. അതുകൊണ്ടാണ് എതിർക്കുന്നത്. ശാസ്ത്രലോകം അവിടെ അന്വേഷിച്ചിട്ട് ഒരു പിടിയില്ലാതെ നിൽക്കുകയാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള തർക്കം നടക്കുമ്പോൾ ഒരു കൂട്ടർ അന്ധമായി വിശ്വസിക്കുന്നു, മറ്റന്മാരെ അന്ധമായിട്ട് എതിർക്കുന്നു. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ശാസ്ത്രലോകം അന്വേഷിക്കുന്നുണ്ട് ഏതിൽ നിന്നാണ് ഇവർ ഈ ബ്രഹ്മം എന്ന് വേദങ്ങളെല്ലാം പറയുന്നത് എന്താണ്. അവരവർ അന്വേഷിക്കും. അല്ലാതെ തന്നെ അവർ ചിന്തിക്കും പ്രപഞ്ചം ഏതിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ ഈ തർക്കത്തിലൂടെയാണ് ആ സംഗതിയെ മനസ്സിലാക്കുന്നത്. അപ്പം ആ സംഗതിയിലേക്ക് ശ്രദ്ധ പോകാൻ വേണ്ടിയാണ്. എല്ലായിരുന്നുവെങ്കിൽ ഈ തർക്കമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ആരും അതിന് ഉറപ്പുമില്ല, അങ്ങ് വിട്ടേക്കും. പക്ഷേ ഈ തർക്കം ഉണ്ടാകുമ്പോഴാണ് എല്ലാവരുടെ ശ്രദ്ധ അതിലേക്ക് വരുന്നത്. സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചിലരെങ്കിലും ശ്രമിക്കും, ആ സത്യശാസ്ത്രലോകം കണ്ടെത്തും. അപ്പോൾ വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വരും. ഈ ഒരു ലക്ഷ്യം മാത്രമേ അതിനുള്ളൂ. അതായത് ആ ഒരു നമ്മളെ മനസ്സിൽ ഇങ്ങനെയൊന്നും ഉണ്ട്, പക്ഷെ അത് പ്രത്യക്ഷത്തിലൊന്നും കാണാത്ത സംഗതി ആയതുകൊണ്ട് എല്ലാവരും അത് ചിന്തിക്കാതെ പോകും. കാരണം പിന്നെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും അത് കയറി ഇടപെടുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി അങ്ങ് മറന്നുപോകും. കാരണം മായയിലകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു തർക്കം ഉണ്ടായത് നിഷേധിക്കാനെങ്കിലും അങ്ങനെയൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ആ സത്യം തിരിച്ചറിയും എന്നത് മാത്രമേ ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടതുള്ളൂ. പിന്നെന്താ പറയുന്നത്? ആമോദം പൂണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ട് ബ്രഹ്മത്തിൽ ലയിക്കുവാൻ. പിന്നെ പറയുന്നത് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ താല്പര്യം വേണ്ടവർ ആ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക, ബ്രഹ്മത്തിൽ പോയി ലയിക്കുവാൻ. താല്പര്യമുള്ളവർക്ക് അങ്ങോട്ടേക്ക് പോകാം. മതിയുണ്ടെങ്കിലൊക്കെ മതി. ഇത് അത് തോന്നുന്നവർ മാത്രം അതിലേക്ക് ഇറങ്ങിയാൽ മതി. കാരണം നമ്മളെല്ലാം കർമ്മം ചെയ്യാനാണ് ജനിച്ചിരിക്കുന്നത്. നമുക്ക് കർമ്മം ചെയ്യാതെ പോകാനൊന്നും പറ്റില്ല. വിരക്തി വന്നവന് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അവരോടുള്ള ഉദ്ദേശമാണ് അത് ചൊല്ലിക്കൊണ്ട് ആ വഴിയിലേക്ക് പോവുക. എല്ലാത്തവരൊന്നും അതിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. വേദം തന്നെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിരക്തി വരാത്തവനോട്, അതിന് അർഹതയില്ലാത്തവനോട് സന്യാസത്തിലേക്ക് പോയാലേ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്ന വിഷയം. അതായത് ബ്രഹ്മത്തെപ്പറ്റി പറയുന്നത്, അത്തരം ജനങ്ങളോട് ബ്രഹ്മത്തെപ്പറ്റി പറയുന്നത് അവരെ നരകത്തിൽ തള്ളിയിടുന്നതിന് സമാനമാണെന്നാണ്. അപ്പോൾ ഇതൊന്നും
എല്ലാവരോടും പറയേണ്ട കാര്യമല്ല. എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും ഈ ഉപനിഷത്ത് പറയുന്ന മാതിരി ഇപ്പം പൂന്താനവും പറഞ്ഞ മാതിരി വീടും വിട്ടിട്ട് സന്യസിക്ക് അവൻ്റെ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് എല്ലാവരും അങ്ങ് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോയ എന്താ സ്ഥിതി? ഈ നാടിൻ്റെ പുരോഗതി എന്താ? എല്ലാവരും ഇട്ടെറിഞ്ഞ് പോയി കളഞ്ഞാൽ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, അച്ഛനും ഇല്ല, അമ്മയില്ല, എല്ലാം അതാണെന്ന് പറഞ്ഞങ്ങ് ഒരു പോക്ക് പോയാലുള്ള ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കും. അപ്പം ഇതെല്ലാം ഉപദേശിക്കുന്നവർ ഇതൊന്നും മനസ്സിലാക്കാതെ ഉപദേശിക്കാൻ പാടില്ല. ഉപനിഷത്ത് തന്നെ പലയിടത്തും ഇത്തരം ആത്മീയതയിലേക്ക് തിരിയുന്ന കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത് അർഹതപ്പെട്ടവനും ശിഷ്യനും മാത്രമേ ഉപദേശിക്കാവൂ എന്നെല്ലാം പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിൽ വെറുതെ ഇങ്ങനെ വെച്ച് കാച്ചാം. ഈ പറയുന്നവർ പോലും ഇതൊന്നും ഉപേക്ഷിച്ചിട്ട് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. വെറുതെ ഓരോ പ്രഭാഷണങ്ങളിലും തട്ടിവിടുക എന്നതിൽ കവിഞ്ഞ് ഇതൊന്നും ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടിട്ടൊന്നുമല്ല. പക്ഷെ അത് പൂന്താനം അർത്ഥം ഉൾക്കൊണ്ട് തന്നെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അതുകൊണ്ട് അവസാനം എന്ത് പറഞ്ഞ് മതിയാക്കുകയാണ്? മതിയെങ്കിലൊക്കെ മതി. ഇത് നമ്മൾ ആ തിരുനാമത്തിൻ്റെ മഹത്വം മാത്രം ഞാൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് പൂന്താനം എന്ത് പറയുകയാണ്? എനിക്ക് എന്തെങ്കിലും പിഴ ഉണ്ടായാലും പിഴ പറ്റിയിട്ടുണ്ടെങ്കിലെല്ലാം എന്നോട് ക്ഷമിക്കടേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ബ്രഹ്മം തൊട്ട് എന്താണ് ഈ ബ്രഹ്മം എന്നത് സയൻസിലൂടെ മനസ്സിലാക്കാൻ പോവുകയാണ് അടുത്ത ദിവസങ്ങളിൽ. ഭുവനത്തിലെ ഭ്രൂതികളൊക്കെയും ഭവനം നമുക്കായതിതു തന്നെ. വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം വിശ്വദാത്രി ചരാചരമാതാവും അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ. രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും ഭിക്ഷാനം നല്ലൊരെണ്ണവുമുണ്ടല്ലോ. ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധികാലം കഴിവോളമിവണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും. കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. ഹരിശാസ്ത്രു പരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങള ശേഷമൊഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കൊതിച്ചിടുന്നു ജീവനും അപ്പോഴേ. ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതു കൊണ്ടിതും പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട. തിരുനാമത്തിൻ മഹാത്മ്യം കേട്ടാലും ജാതി പാർക്കില്ലൂരന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും നാവുകൂടാതെ ജാതന്മാരാകിയ മൂകരെ അങ്ങൊഴിച്ചുള്ള മനുഷ്യർ എണ്ണമറ്റ തിരുനാമമുള്ളത് ഒന്നു മാത്രമൊരിക്കലൊരു ദിനം. സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും എത്ര ദിക്കിലിരിക്കലും തന്നോട്
നമ്മുടെ നാവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യമപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞിതു ഖാദരായണൻ താനും അരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതിയിതു തിരുനാമത്തിൻ മഹാത്മ്യമാവിതു പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ളമരുൾക ഭഗവാനേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ